ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നല്ല ഞാൻ കുറേ ദിവസമായി വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗ് ഇടാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഏത് വ്ളോഗാണെന്ന് വെച്ചാൽ എൻ്റെ ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ. അവളെ സൗദിയിൽ നിന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വന്ന് കുറച്ച് ദിവസം നല്ല പെരുന്നാളിലെ തലേ ദിവസമാണ് വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വ്ളോഗ് ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഗൈസ്, അപ്പോൾ ഇതെൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. സമയം നല്ല നേരം വൈകിയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. ഇപ്പോൾ കുതിരാനെത്തി ഞങ്ങൾ വേഗം പോയിക്കൊണ്ടിരിക്കണം. തീരെ സമയമില്ല. അപ്പോൾ ഇക്ക 7 മണിയാകുമ്പോഴാണ് അവിടെ ലാൻഡ് ചെയ്യുക. അപ്പോൾ ഞാനിതാ ഇക്കാക്ക് വേണ്ടി ബൊക്കൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോണത്. ഞങ്ങൾ ഇതാ സമയം ഒരു 7 മണി ആയി. എയർപോർട്ടിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നാണ് വാങ്ങിയത്. മല്ലിയ കുട്ടി, ഹായ്. കുട്ടി എന്താ ഗൈസ്, പെട്ടെന്ന് എന്താണ് പെണ്ണേ? എന്താ പിന്നെ പല്ലും കൊണ്ട് എന്താ കാട്ടുന്നത്? എന്ത് ഇപ്പൊ തരാട്ടാ, കുറച്ച് തരാട്ടാ. ഓക്കെ. ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ട് ഗൈസ്, അങ്ങനെ ഇവിടെയാണ് ഇക്ക ലാൻഡ് ചെയ്ത് വരുന്നത് കാണാം. ഇക്ക ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പോണത് നമുക്ക് കാണും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇക്ക വരാറായി. കണ്ട് ഞാൻ ഇനി ഓർഡർ കണ്ടില്ല വീഡിയോ. വേറെ എന്തെങ്കിലും തരാ പൈസ. ചായ കുടിക്കാൻ കൊടുക്കും. രണ്ടുപേരുണ്ടോ അവിടെ? ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ കേക്കൊക്കെ മുറിക്കാൻ പോകണം. കേക്ക് മുറിക്കണത് എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ അന്നാണ് ഇക്ക വരുന്നത്. പിറ്റേ ദിവസം നമ്മൾ പെരുന്നാളുമാണ്. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് നമ്മൾ ഇവിടെ നിന്ന് പോകാമെന്നാണ് പ്ലാനിങ്. അപ്പോൾ ആദ്യം നമ്മൾ കേക്ക് മുറിച്ച് അതിൻ്റെ ഇടയിൽ ഇക്ക എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഐപാഡൊക്കെ പുതിയത് വാങ്ങിക്കൊണ്ട് ഞാൻ അതിൻ്റെ ഭയങ്കര ക്യൂട്ട്നെസ് വാരിപ്പിടുകയാണ്. അപ്പോൾ അങ്ങനെ ഗൈസ്, അപ്പോൾ അങ്ങനെ ഇക്കാൻ്റെ ഗിഫ്റ്റൊക്കെ കിട്ടി. ഞാൻ അതിൻ്റെ ഭയങ്കര ത്രില്ലിലാണ്. പിന്നെ ഈ കേക്ക് മുറിച്ച് നമ്മൾ അതിൻ്റെ ഇടയിൽ ഇക്കാതെ ഇനിയൊരു ഗിഫ്റ്റും കൂടി ഉണ്ട് പറഞ്ഞിട്ട് ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. വേറെ ഒന്നല്ല, എനിക്ക് ചെറിയൊരു മാലൊക്കെ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കേക്കൊക്കെ മുറിച്ച് ബാക്കിയുള്ള കലാപരിപാടി നമുക്ക് ഇനി കാണാം. അയ്യോ, അത് എടുക്കണ്ടേ? കറക്റ്റായിട്ട് എടുത്തു കൊടുക്കുന്നു. അതവിടെ വെക്കാ സാധനം വെറുതെ അവിടെ കൊണ്ടുപോയി കൂടെ. വെറുതെ ഇല്ല, ഞാൻ കട്ടാക്കാം. സംസാരിക്കണൊക്കെ വരും. നീ തന്നെ കെട്ടിക്കൊടുക്കും അല്ലേ? വിളിച്ചിട്ട് പോ. നീ അടുത്ത് പോ. മാറ്റി കുറച്ച് ഇട്ടാന്ന് എവിടെ കാണാനില്ല. നിക്ക് ഞാൻ നോക്കാം. നീ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ, എന്നിട്ട് നിന്റെ ടൈറ്റ് ആക്കി.
ഗായ്സ് അപ്പം നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മാളിൽ കയറിയിട്ടോ. ഈ മാളിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരേ ഡാൻസ് പരിപാടിയൊക്കെ നല്ലോണം ഉണ്ട്. അപ്പം ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കുന്നു കേട്ടോ. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഈദ് മുബാറക്. 12 മണിയായി. ഈദ് മുബാറക് പറ. ഈദ് മുബാറക് പറയാൻ ഈദ് മുബാറക്. കറക്റ്റ് 12 ലക്ഷങ്ങൾ വരുമ്പോ എനിക്ക് 2 ലക്ഷം കൂടുതൽ തരുന്നതാ. സോറി, ഞാൻ കട ആർക്കും കൊടുക്കണമെന്നില്ല. ഗൈസ്, അപ്പം ഇക്കതാ വീട്ടിലെത്തി. അപ്പം ഞങ്ങൾ വീട്ടിൽ കയറുന്ന സീനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ ഇമ്മ വന്ന് ഇക്കാനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം ഉള്ളിൽ കയറി. അപ്പം ഇക്കതാ കയറുകയാണ്. ഐസ് തന്നെ എന്തൊരു പാവത്തല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലേ? ഉറങ്ങുമ്പോ രാവിലെ വിളിക്കണം ശരിയാ തരണേ. ഉറങ്ങും പാവം എന്തല്ലേ. ഗായ്സ്, അപ്പോൾ ഇക്കതാ ഉമ്മക്ക് റിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വ്ളോഗ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.